രണ്ടാമത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്. ഇത് ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാന്നുണ്ടെങ്കിൽ പാരൻറ്റിൻ്റെ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ചില സമയത്ത് കുട്ടിയുടെ അടുത്ത് നല്ലപോലെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്ത് കുട്ടിയുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുകയും ചില സമയത്ത് കുട്ടി ഇഗ്നോർ ചെയ്തിട്ട് ദേഷ്യപ്പെട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇത് ആക്ച്വലി അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഒരു പാരൻറ്റിന് ഇമോഷണൽ സ്റ്റെബിലിറ്റി വരാം, എപ്പോഴും ഒരേപോലെ ഹാപ്പി ആയിട്ട് കുട്ടിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ചില സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് കുട്ടിയുടെ കൂടെ കളിച്ച് തിരിച്ച് നടക്കും. പക്ഷേ ഇതേപോലെ വേറൊരു ഫേസ്, കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കുട്ടീനെ റിജക്ട് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ടെന്ന് സങ്കല്പിക്കുക. കുട്ടി എങ്ങനെ മൈൻഡ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. എന്തുകൊണ്ട് ആങ്ഷ്യസ് ആവുന്നത്? എനിക്ക് എൻ്റെ പാരൻറ്റ് എന്ത് വേർഷനാണ് തരാൻ പോകുന്നത് കുട്ടിക്ക് അറിയില്ല. ബിക്കോസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പാരൻറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ പാരൻറ്റ് കൂടെ ഉള്ളപ്പോൾ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കും. പാരൻറ്റ് വിട്ടു പോകുന്ന സമയത്ത് കുട്ടി ആങ്ഷ്യസ് ആവും. തിരിച്ചു വരുന്ന സമയത്ത് ഈ ആങ്സൈറ്റി കാരണം കുട്ടിക്ക് ചിലപ്പോൾ പാരൻറ്റിനോട് അടുക്കാതെ കരയാനും ബഹളം വെക്കാനും തുടങ്ങും. ഇങ്ങനെ വളർന്നു വന്ന ഒരു ചൈൽഡ് മാരേജിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഒട്ടും സെക്യൂർ ആയിരിക്കില്ല റിലേഷൻഷിപ്പിൽ, എപ്പോഴും ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഇതേ കേസിൽ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തു നോക്കുക. 10 മിനിറ്റ് ലേറ്റായി ഭർത്താവ് വരാൻ, ഇവർ ഒരുപാട് ചിന്തകൾ തുടങ്ങും. എന്നെ ഇഷ്ടമല്ല, വേറെ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും, എന്നോട് നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോയതായിരിക്കും എന്ന് വിചാരിച്ച് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഈ ആങ്സൈറ്റി കാരണം റിലേഷൻഷിപ്പിൽ അവരെപ്പോഴും അവർക്ക് വാലിഡേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിന്, അതായത് അവരുടെ ആങ്ഷ്യസ് ഫേസ് കാണിക്കുമ്പോൾ മറ്റേ പാർട്ട്ണർ ഉണ്ടല്ലോ, ഓക്കെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യും. എപ്പോഴും കൺസോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണറെ അവർ എക്സ്പെക്ട് ചെയ്യുക.